എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈലാഞ്ചി അല്ലെങ്കിൽ ഹെന്നയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ കൈകളിലും കാലുകളിലൊക്കെ നമ്മൾ ഹെന്ന ഇടാറുണ്ട്. അതുപോലെ തന്നെ തലയിലും നമ്മൾ ഹെന്ന ഇടാറുണ്ട്. നമ്മൾ ഹെന്ന എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈലാഞ്ചി എന്ന് പറയുന്നതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന്. നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മൈലാഞ്ചി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് മൈലാഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. നമുക്ക് നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമുക്ക് മൈലാഞ്ചി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്, താരൻ, അതുപോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുന്ന അകാല നരയും, അതുപോലെ തന്നെ നമുക്ക് മുടിയുടെ അറ്റം പിളർന്നു പോവുക, അല്ല മുടി പൊട്ടിപ്പോവുക, മുടിക്ക് തണുപ്പ് കിട്ടണം എന്നൊക്കെ ഉള്ളത് കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മൈലാഞ്ചി ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് മുടിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു എണ്ണ കാച്ചുമ്പോഴും നമ്മൾ മൈലാഞ്ചി അതിൽ അരച്ച് ചേർക്കാറുണ്ട്. ഇപ്പം മൈലാഞ്ചി പൊടിയും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഇല ഉണക്കി പൊടിച്ചിട്ട് ആണ് നമ്മൾ പൊടി ഉണ്ടാക്കാറ്. അതും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെയർ പാക്കുകൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എല്ലാ ഹെയർ പാക്കുകളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. എന്നിരുന്നാലും പ്രധാനപ്പെട്ട കുറച്ച് ഹെയർ പാക്കുകൾ ഞാനിവിടെ പറയാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കണ്ടീഷണറായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കേണ്ടത് നോക്കാം. ഇതിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടി എടുക്കുക, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ളം, അതിൽ കുറച്ച് വെള്ളവും മിക്സ് ചെയ്ത് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ, സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ മൊത്തം നമ്മൾ താഴെ വരെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് മുടി കെട്ടിവെക്കുക, നമ്മളെന്തെങ്കിലും കവർ ചെയ്യുക. എന്നിട്ടൊരു 30 മിനിറ്റ് വരെ നമ്മൾ ഡ്രൈ ഉണങ്ങാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമുക്ക് മുടി കഴുകിക്കളയാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം. ഷാമ്പു യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സാധാരണ വെള്ളത്തിൽ മുടി കഴുകിക്കളഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ താരന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഹെയർ പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ മൈലാഞ്ചിയുടെ പൊടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊടി ഉള്ളത് കൊണ്ടാണ് പൊടി അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് പൊടി എന്ന് പറയുന്നത്. അതിനകത്തേക്ക് കുറച്ച് നാരങ്ങാ നീര് മിക്സ് ചെയ്യുക, പിന്നെ തൈര്, ഇത് 3 മിക്സ് ചെയ്ത് ഇതേപോലെ തന്നെ നന്നായി മിക്സ് ചെയ്ത് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ തലയിൽ ഇതുപോലെ തന്നെ തലയോട്ടിയിലും മുടിയിലും മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് 30 മിനിറ്റ് വെക്കുക. 30 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് തല കഴുകിക്കളയാവുന്നതാണ്. മറ്റൊന്നാണ് നമ്മൾ ഡൈ ആയിട്ട് നമ്മൾ അകാല നരയ്ക്കും മറ്റും നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർക്ക് മുടി കറുപ്പിക്കേണ്ടി വരില്ല, ബ്രൗൺ കളറായിട്ട് തന്നെ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹെന്നാപ്പൊടി, മൈലാഞ്ചി പൊടി എടുത്തിട്ട് അതിൽ ചെറു ചൂട് വെള്ളമോ അല്ലെങ്കിൽ കട്ടൻ ചായയോ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് മുടി കറുപ്പിക്കാനാണ് ആഗ്രഹമെങ്കിൽ അതിൽ നമ്മൾ നീലാമരിയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഇത് 2 തരത്തിൽ നമ്മൾ, 2 അല്ല ഒരുപാട് തരത്തിൽ ചെയ്യും. അതിൽ മെയിനായിട്ട് 2 തരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ ഒരു ദിവസം നമ്മൾ ഹെന്ന പൊടിയുടെ അകത്തേക്ക് കട്ടൻ ചായ മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. അത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. എന്നിട്ട് നെക്സ്റ്റ് ഡേ മാത്രമാണ് നമ്മൾ നീലാമരി പൊടിയും ഇതുപോലെ തന്നെ കട്ടൻ ചായയോ ചൂടുവെള്ളമോ മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് 30 മുതൽ 45 മിനിറ്റ് വരെ തലയിൽ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ ബ്രൗൺ കളറായിട്ടുള്ള മുടി നമുക്ക് കറുത്ത കളറിൽ കിട്ടുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം തന്നെ മൈലാഞ്ചി പൊടിയും അതുപോലെ തന്നെ നീലാമരി പൊടിയും എടുത്ത് അതിൽ കട്ടൻ ചായയോ ചെറിയ ചൂടുവെള്ളമോ മിക്സ് ചെയ്ത് പാക്കാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ ഡൈ ചെയ്യുമ്പോൾ ചില ആൾക്കാരിൽ നമ്മൾ ഒരുപാട് നേരം, ചില ആൾക്കാർ 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൂടുതൽ സമയം തലയിൽ വെക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് കഴുകിക്കളയാവുന്നതാണ്. കഴുകിക്കളയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. ഇത് മുടിക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റ് ഒരുപാട് ഔഷധ ഗുണങ്ങളും കൂടെ മൈലാഞ്ചിക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും പൊള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേദനാ സംഹാരിയായിട്ട് നമ്മുടെ തലവേദനയ്ക്ക്,
പിന്നെ നമ്മൾ കരൾ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, ക്ഷയരോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും മൈലാഞ്ചി ഉപയോഗിക്കാറുണ്ട്. അത് എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട്. ഇതൊന്നും അല്ല, ഒരുപാട് ഹെയർ പാക്കുകളും അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ട് മുടിക്ക് മൈലാഞ്ചിയായിട്ട്. അപ്പം ഞാനിതിൽ പ്രധാനപ്പെട്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു എല്ലാവർക്കും.